കയറ്റി വെച്ചേക്കുമായിരുന്നു നമ്മളെ ഫ്രോഗ്. ഞാൻ അവനെ എടുക്കും. ഓട്ടോ ചപ്പുമായിട്ടുമായി. അപ്പോൾ ഗുഡ് മോർണിംഗ് മനുഷ്യന്മാരെ. അപ്പോൾ നമ്മളിത് രാവിലെ നമ്മളിത് കാസ്റ്റിങ്ങിന് വന്നിട്ടുണ്ട്. സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ സമയം വേണ്ട, നമുക്ക് കാസ്റ്റിംഗ് തുടരാം. എപ്പോഴാണ് മീൻ കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് തുടരാം. ആഹാ, നല്ലൊരു വരാല്. എല്ലാം ഷട്ടപ്പട്ടേ എന്നായിരുന്നു. നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാലിതേ നല്ലൊരു സൈസ്. ഒരു 1/2 കിലോ റേഞ്ച് ഉറപ്പായിട്ടും കാണാം. നല്ല സൈസ് കണ്ടോ, നല്ല സൈസ്. അനക്കിയപ്പോഴത്തേക്ക് ആശം ചാടി കയറി അടിച്ചു. നല്ല ഹുക്കപ്പായ കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടോ ചാടി ഉണ്ടോ ഊരിപ്പോയി. ഇതാണ് നമ്മുടെ ഫ്രോഗ്. എല്ലാ ദിവസവും ഞാൻ ഈ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് എനിക്ക് നല്ല രീതിയിൽ അടി കിട്ടുന്നത് ഈ ഒരു ഫ്രോഗിൽ തന്നെയാണ്. പക്ഷേ ഞാൻ അടിക്ക് അതിൻ്റെ മോന്തയൊക്കെ വേറെ ഷേപ്പൊക്കെ ആക്കി തിരിച്ചിട്ടു. അപ്പോൾ നമുക്കിനി കാസ്റ്റിംഗ് തുടരാം. കിരി കുഴപ്പമില്ല. ചെറുതെങ്കിൽ ചെറുത്. നമ്മുടെ രാവിലത്തെ രണ്ടാമത്തെ വരാൽ. ഞൊട്ടയല്ല, ഞൊട്ടയെക്കാട്ടിലും സ്വല്പം വലുത്. ഫ്രോഗ് അടിച്ച് അണ്ണാക്കിനകത്ത് കയറ്റിയേക്കുമായിരുന്നു. സ്വല്പം വലുതാണ് കേട്ടോ, ഞൊട്ടയെക്കാട്ടിലും സ്വല്പം വലുതാണ്. ഇതൊക്കെ എടുക്കാമെന്ന പരിവാണ്. നമുക്ക് എടുത്തേക്കാം. കുറേ നേരത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ പറഞ്ഞ അടിച്ച്. വയ്യ. നമ്മുടെ മൂന്നാമത്തെ വരാൽ. ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ വരാൽ. ഇത് ഞൊട്ട കേട്ടോ. ഇന്ന് പിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ വരാൽ. കുഴപ്പമില്ല കേട്ടോ, എടുക്കാം. ഇതൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. ഞൊട്ടയെന്ന് പറഞ്ഞ് കളയേണ്ട കാര്യമൊന്നുമില്ല. വരാലൊക്കെ ഇനിയിപ്പോൾ അടിക്കുന്നതൊക്കെ വളരെ കുറവതേ. അവൻ്റെ വായിക്കകത്ത് അവനെ അടിച്ച് കയറ്റി നാക്കിലാണെന്ന് ഉടക്കിയത് കേട്ടോ. ഞാൻ പ്ലെയർ വെച്ച് ഊരിട്ട്. ഇതാണ് മൂന്നാമത്തെ വരാൽ. ഞൊട്ടയാണ് കേട്ടോ, ഞൊട്ട വരാലാണ്. വലുതെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. അടിച്ചാനകത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു നമ്മളെ ഫ്രോഗ്. ഞാൻ അവനെ എടുക്കുക. നമ്മൾ ടാങ്കിൽ കൊണ്ടിടാം. വലിയ പരിക്കൊന്നുമില്ല, നമ്മൾ ടാങ്കിൽ കൊണ്ടിട്ടേക്കാം. ഓട്ടോ ചപ്പുമായിട്ടുമായി. പുറകെ വന്നടിച്ചത് ചപ്പ് കയറി. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഫിഷിങ് നമ്മൾ നിർത്തുവാണ്. നമുക്കിന്ന് 3 വരാൽ കിട്ടി.
ഒരു 2-3 മിസ്സായിപ്പോയി. മിസ്സാകുമ്പോൾ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പോച്ചയോട് ചേർന്ന് മീനെല്ലാം അടിച്ചു. അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഫ്രോഗിൻ്റെ വായി കയറണമെന്നില്ല. അത് നമ്മുടെ ഫ്രോഗ് നമ്മൾ എടുത്താൽ പോലും അത് പ്രോപ്പറായിട്ട് എൻ്റെ വായി കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ 2-3 വരാൽ നമുക്ക് മിസ്സായിപ്പോയി. സാരമില്ല, പോയത് പോയി. അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സും ടാറ്റാ.